ഹായ്, ഞാൻ സനൽ. ജൂലൈ മാസത്തെ പാർട്ട് 3 കറണ്ട് അഫയേഴ്സ് ഡിസ്കഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 2 പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് ജൂലൈ മാസത്തെ അവസാനത്തെ പാർട്ടാണ്. ജൂൺ മാസത്തെ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു മാസം സൈബർ സുരക്ഷയെ പറ്റി നൽകുന്ന അവയർനെസ് നൽകുന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ച സംസ്ഥാനം തെലങ്കാന സ്റ്റേറ്റ് പോലീസാണ്. സൈബർ എന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും സൈബർ സ്പേസിനെ കുറിച്ച് അവയർനെസ് നൽകുന്ന ഒരു വെർച്വൽ അവയർനെസ് നൽകുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അടുത്തത് പോബ റിസർവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ആസാമിലെ മറ്റൊരു ഫാക്ട്, ആസാമിലെ മുഖ്യമന്ത്രിയുടെ പേര് സർബാനന്ദ സോനോവ ആസാമിലെ ചീഫ് മിനിസ്റ്റേഴ്സ്. നമുക്ക് ഒരിക്കലും എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ പേര് കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ഫാക്ട്സ് വരുമ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ആസാമിലെ ചീഫ് മിനിസ്റ്ററുടെ പേര് സർബാനന്ദ സോനോവ. ആസാമിലെ റിസർവ് ഫോറസ്റ്റ് ആണ് പോബ റിസർവ് ഫോറസ്റ്റ്. ഈ അടുത്ത് മരിച്ച ജോസ്ന ഭട്ട് ഒരു സെറാമിക് ആർട്ടിസ്റ്റ് ആണ്. സെറാമിക് ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ക്ലേ പോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ക്ലേ ഉപയോഗിച്ചുണ്ടാകുന്ന ഓരോ പ്ലേറ്റ്സ്, പിന്നെ ഓരോ ശില്പങ്ങൾ, പിന്നെ ക്ലേ കൊണ്ട് വളരെയധികം ആർട്ടിസ്റ്റ് പരമായ കാര്യങ്ങളൊക്കെ ജോസ്ന ഭട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജോസ്ന ഭട്ട് ഒരു സെറാമിക് ആർട്ടിസ്റ്റ് ആണ്. ഇഫ് ഇറ്റ് ബ്ലീഡ്സ് എ കളക്ഷൻ ഓഫ് 4 സ്റ്റോറീസ്. ഇഫ് ഇറ്റ് ബ്ലീഡ്സ് എന്ന പുസ്തകം രചിച്ചത് സ്റ്റീഫൻ കിങ്, ഒരു അമേരിക്കൻ ഓതറാണ് സ്റ്റീഫൻ കിങ്. അത് അദ്ദേഹത്തിന് തന്നെ ഔട്ട്സൈഡർ എന്ന പുസ്തകത്തിൻ്റെ ഒരു സീക്വലാണ്. ഇപ്പോൾ ഇഫ് ഇറ്റ് ബ്ലീഡ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അമേരിക്കൻ ഓതറായ സ്റ്റീഫൻ കിങ് ആണ്. UPSC PSC തുടങ്ങിയ SSC എക്സാമുകൾക്കൊക്കെ ഓതേഴ്സിൻ്റെ പേര് കൊടുത്തിട്ട് ബുക്സിൻ്റെ പേര് ചോദിക്കാറുണ്ട്. ബുക്സിൻ്റെ പേര് കൊടുത്തിട്ട് കുറച്ച് ഓതേഴ്സിൻ്റെ പേര് കൊടുത്തിട്ട് അതിൽ ആരാണ് അത് രചയിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇഫ് ഇറ്റ് ബ്ലീഡ്സ് എന്ന പുസ്തകം രചിച്ചത് ദ ഓതർ സ്റ്റീഫൻ കിങ്. അടുത്തത് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അബ്സ്റ്റാർ 6D എന്ന ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് ചൈനയാണ്. അബ്സ്റ്റാർ 6D എന്ന ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് ചൈന. ഈ അടുത്ത് മാർസിലേക്ക് അവരുടെ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. അത് നമുക്ക് വരുന്ന സ്ലൈഡിൽ കാണാം. അടുത്ത ഫാക്ട് നോക്കാം. എല്ലാവർക്കും ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെ-ഫോൺ എന്നത് കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അതെന്തിനുള്ളതാണ്? കേരളത്തിലുള്ള എല്ലാവർക്കും ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണത്. ഹെലികോപ്റ്റേഴ്സിൽ നിന്ന് നേരെ ടാങ്കുകളിലേക്കും മറ്റ് കവചിത വാഹനങ്ങളിലേക്കും നേരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു മിസൈൽ ഇന്ത്യ ഈ അടുത്ത് വികസിപ്പിച്ചു. ധ്രുവാസ്ത്ര എന്നാണ് ആ മിസൈലിൻ്റെ പേര്. ഇന്ത്യ ഈ അടുത്ത് വികസിപ്പിച്ച മിസൈലാണ് ധ്രുവാസ്ത്ര. ജൂലൈ 28 വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ എയിം അവയർനെസ് അബൌട്ട് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഓൺ എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. ഇത് വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ. നാച്ചുറൽ റിസോഴ്സസിനെ കൺസർവ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക തുടങ്ങിയ എയിമായിട്ടാണ് ജൂലൈ 28 വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. 2015 മുതലാണ് ഇങ്ങനൊരു ഡേ ആചരിച്ചു തുടങ്ങിയത്. 2020 നെൽസൺ മണ്ടേല പ്രൈസ് ലഭിച്ചത് മരിയാന വാർഡിനോയാനിസ് ഗ്രീസിലെയും പിന്നെ ഡോക്ടർ മോറിസാന ക്യോട്ടെ ഓഫ് ഗിനിയ. ഇവർക്ക് 2 പേർക്കുമാണ് 2020 നെൽസൺ മണ്ടേല പ്രൈസ് ലഭിച്ചത്. ജൂലൈ 18 നെൽസൺ മണ്ടേല ദിനമായി ആചരിക്കുന്നത്. ഇതെന്തായാലും ഓർത്തിരിക്കണം, ജൂലൈ 18 നെൽസൺ മണ്ടേല ദിനം. പിന്നെ ഇവർ 2 പേരുമാണ് മണ്ടേല അവാർഡീസ്, മരിയാന വാർഡിനോയാനിസും ഡോക്ടർ മോറിസാന ക്യോട്ടയും. അപ്പോൾ മറക്കരുത്, ജൂലൈ 18 നെൽസൺ മണ്ടേല ദിനം. സൂരജ് കാതെ മർദ നഹി സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറായ ബൽദേവ് സിംഗ് സദക്നാമയുടെ പുസ്തകമാണ് സൂരജ് കാതെ മർദ നഹി. സൺ അവർ ഡൈസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറാണ്. അപ്പോൾ ഇങ്ങനെ സാഹിത്യ അക്കാദമി അവാർഡ് വിന്നേഴ്സിൻ്റെയൊക്കെ ബുക്സ് വരുമ്പോൾ അതും നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഈ സൂരജ് കാതെ മർദ നഹി സ്വാതന്ത്ര്യ സമര സേനാനിയായ ഉദ്ധം സിംഗിൻ്റെ കഥയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഉദ്ധം സിംഗിൻ്റെ കഥയാണ് സൂരജ് കാതെ മർദ നഹി അഥവാ സൺ അവർ ഡൈസ് എന്ന പുസ്തകത്തിൽ ബൽദേവ് സിംഗ് പറയുന്നത്.
മലബാർ നേവൽ എക്സസൈസ്. മലബാർ നേവൽ എക്സസൈസ് ഇന്ത്യ, USA, ജപ്പാൻ എന്നീ 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. ഒരു മലബാർ നേവൽ എക്സസൈസ് ഇന്ത്യ, USA, ജപ്പാൻ എന്നീ 3 രാജ്യങ്ങളുടെ എക്സസൈസ് ആണ്. മറ്റൊരു എക്സസൈസ് നമുക്ക് ഓർക്കാനുള്ളത് യുദ്ധഭ്യാസ്. യുദ്ധഭ്യാസ് എന്ന് പറഞ്ഞ മിലിറ്ററി എക്സസൈസ് ഇന്ത്യയും USA തമ്മിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ് യുദ്ധഭ്യാസ്. അടുത്തത് നോക്കാം. അടുത്തത് ഫോർമുല 1 ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സിലെ 2020 വിജയമാണ് ലൂയിസ് ഹാമിൽട്ടൺ. ലൂയിസ് ഹാമിൽട്ടൺ ഫോർമുല 1 റേസിലെ ഫേമസ് വ്യക്തിത്വമാണല്ലോ. ലൂയിസ് ഹാമിൽട്ടൺ ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിക്സ് 2020 വിജയമാണ്. ബാത്തിനോമസ് റാക്സസ സയന്റിഫിക് നെയിമാണ്. അത് കോക്രോച്ച് ഓഫ് സീ എന്നറിയപ്പെടുന്ന ഇതാണ് ആ ബാത്തിനോമസ് റാക്സസ എന്ന ആ ഒരു കോക്രോച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അത് കണ്ടെത്തിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യ, കേരളം തുടങ്ങി നമ്മളെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും PSCക്ക് ആണെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ട്സും നമ്മൾ വളരെയധികം നോട്ട് ചെയ്യണം. അതൊക്കെയാണ് കൂടുതലും എക്സാമുകളിൽ അവർ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളത്. അപ്പോൾ ബാത്തിനോമസ് റാക്സസ ഒരു തരം കോക്രോച്ച് ആണ്. സീ കോക്രോച്ച് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതാണ് അതിൻ്റെ പിക്ചർ. ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ DRDO വികസിപ്പിച്ചെടുത്ത ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ്, വളരെ ഉയരത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡ്രോൺ ക്യാമറയാണ് ഭാരതാണ് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ ഈ അടുത്ത് വികസിപ്പിച്ചെടുത്ത ഹൈ ഓൾട്ടിറ്റ്യൂഡ് സർവൈലൻസ് ഡ്രോൺ. ഇന്ത്യൻ നേവിയും US നേവിയും ഒരുമിച്ചുള്ള ഒരു സംയുക്ത എക്സസൈസ് ആണ് പാസെക്സ്. ഇന്ത്യൻ നേവിയും US നേവിയും തമ്മിലുള്ള സംയുക്ത എക്സസൈസ്. അപ്പോൾ യുദ്ധഭ്യാസ് നമ്മൾ പഠിച്ചു, അത് ഇന്ത്യയും USയും തമ്മിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. പിന്നെ മലബാർ നേവൽ എക്സസൈസ് പഠിച്ചു, അത് ഇന്ത്യ, ജപ്പാൻ, USA നേവൽ എക്സസൈസ് ആണ്. ഇത് പാസെക്സ്, ഇന്ത്യ, US നേവി, ഇന്ത്യൻ ഓഷ്യനിൽ നടന്ന ഒരു നേവൽ എക്സസൈസ്. കക്രപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിക്കാം. കക്രപൂർ ആണവ നിലയം ഗുജറാത്തിലാണ്. അപ്പോൾ കക്രപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ. ഇന്ത്യ ഈ അടുത്ത് മാൽഡീവ്സുമായിട്ട് ഒരു MOU അഥവാ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പുവെച്ചു. എമർജൻസി മെഡിക്കൽ സർവീസസുമായി ബന്ധപ്പെട്ട ഒരു MOU ആണ്. അടിയന്തരമായിട്ടുള്ള മെഡിക്കൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു MOU ആണ് ഇന്ത്യ ആൻഡ് മാൽഡീവ്സ് ഒപ്പുവെച്ചത്. 1986 ഉണ്ടായിരുന്ന ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം, നമ്മുടെ 1986 കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ നിയമത്തിന് ബദലായിട്ട് 2019 ഒരു പുതിയ നിയമം വന്നിട്ടുണ്ടായിരുന്നു. അത് അംഗീകരിച്ചത് ഈ അടുത്താണ്. ജൂലൈ 20, 2020 അത് നിലവിൽ വന്നത്. ഓൺലൈൻ മാർക്കറ്റിംഗ് ആണല്ലോ ഇപ്പോൾ കൂടുതലുള്ള. ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ്, ടെലിമാർക്കറ്റിംഗ് തുടങ്ങിയവ കൂടി ബന്ധിപ്പിച്ച് ഒരു കൺസ്യൂമർ റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിട്ട് നിലവിൽ വന്നത് 2020 ജൂലൈ 20 ആയതുകൊണ്ട് നമുക്ക് പഠിക്കാം. പിന്നെ ജൂലൈ അങ്ങനെ ഒരു കോഡ് ഇടാം. അപ്പോൾ 2020 ജൂലൈ 20 കൺസ്യൂമർ റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. 1986 ആക്ടിന് ബദലായിട്ടാണ് ഈ ആക്ട് നിലവിൽ വന്നത്. പ്രവാസി റോസ്ഗാർ ആപ്പ് പ്രവാസികളെ പുനരുദ്ധരിപ്പിക്കുന്നതിനും അവർക്ക് ജോബ്സിനെ പറ്റിയ ട്രെയിനിങ്ങും മറ്റും കൊടുക്കുന്നതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയതാണ്. ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് ബോളിവുഡ് നടൻ സോനു സൂദാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനാണ് പ്രവാസി റോസ്ഗാർ ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കുറേ പ്രവാസികളുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനും പദ്ധതികളും നമ്മൾ പഠിച്ചു. മഹാജോബ്സ് പോർട്ടൽ എന്ന സ്കീം പുറത്തിറക്കിയത് മഹാരാഷ്ട്ര. നമ്മൾ ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഡ്രീം കേരള എന്ന പദ്ധതി കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. അത് പ്രവാസികളെ പുനരുദ്ധരിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി തന്നെയാണ് ഡ്രീം കേരള. ഇത് പ്രവാസി റോസ്ഗാർ ആപ്പ്. കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനായിട്ട് ഇൻസ്റ്റാ ക്ലിക്ക് സേവിങ്സ് അക്കൗണ്ട് ആരംഭിച്ചത് ബാങ്ക് ഓഫ് ബറോഡയാണ്. നമുക്ക് ഓൺലൈനായിട്ട് ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ബാങ്ക് ഓഫ് ബറോഡ ആരംഭിച്ച ഒരു പുതിയ അക്കൗണ്ടാണ് ഇൻസ്റ്റാ ക്ലിക്ക് സേവിങ്സ് അക്കൗണ്ട്. എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കും പിന്നെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NSDCയും യുവജനങ്ങളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. അപ്പോൾ NSDC ആരുമായിട്ടാണ്, ഏത് പ്രൈവറ്റ് സെക്ടർ കമ്പനിയുമായിട്ട് പാർട്ട്ണർ ചെയ്തതെന്ന് ചോദിക്കാം. അത് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കാണ്. അത് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള യൂത്തിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്
എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കും NSDCയും ഒരുമിച്ചത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NSDC. Tianwen-1 ചൈന ചൊവ്വയിലേക്കുള്ള ചൈനയുടെ ഒരു പദ്ധതിയാണ്, ചൈനയുടെ ചൊവ്വ പര്യവേക്ഷണ പദ്ധതിയാണ് ടിയാൻവെൻ എന്ന സാറ്റലൈറ്റ്. ടിയാൻവെൻ സാറ്റലൈറ്റ് ചൈനയുടെ ചൊവ്വ പര്യവേക്ഷണ പദ്ധതി. ഹുസൈൻ സാദി ക്രൈം നോവലിസ്റ്റായ ഹുസൈൻ സാദിയുടെ പുതിയ പുസ്തകമാണ് ദ എൻഡ് ഗെയിം. അപ്പോൾ ഹുസൈൻ സാദിയുടെ പുസ്തകം ദി എൻഡ് ഗെയിം. ഇന്ത്യ ലോകത്തിലെ ആദ്യമായിട്ടുള്ള ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽ പണിതു. ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സിന് പോകാനുള്ള ലോകത്തിലെ ആദ്യ ഇലക്ട്രിഫൈഡ് റെയിൽ ടണലാണ് ഇന്ത്യ പണിതത്. അത് ഹരിയാനയിലാണ് ഇന്ത്യ നിർമ്മിച്ചത്. ഇന്ത്യ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സിന് പോകാൻ പറ്റിയ ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽ പണിതത് ഹരിയാനയിലാണ്. അരവലി മൗണ്ടനൊക്കെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു റെയിൽ പദ്ധതിയാണത്. ഹരിയാനയിലാണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആയ നരേന്ദ്രസിംഗ് തോമർ, ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് നരേന്ദ്രസിംഗ് തോമർ. അഗ്രികൾച്ചറും ഫാമേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയുള്ള കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്ത ലോകോത്തര നിലവാരത്തിലുള്ള ഹണി ടെസ്റ്റിംഗ് ലാബ് ഗുജറാത്തിലാണ് ആരംഭിച്ചത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ആദ്യ ഹണി ടെസ്റ്റിംഗ് ലാബാണ്, ഇന്ത്യയിലെ ആദ്യ ഹണി ടെസ്റ്റിംഗ് ലാബാണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ നരേന്ദ്രസിംഗ് തോമറാണ്. ടാൻസാനിയൻ പ്രസിഡന്റ് ജോൺ മാഗ്ഫുലി ആണ് ടാൻസാനിയൻ പ്രസിഡന്റ്. ഈ അടുത്ത് 150 മേജർ സിറ്റീസ്, ലോകത്തെ 150 മേജർ സിറ്റീസ് ആയിട്ട് ഒരു സർവേ എടുത്തപ്പോൾ മോസ്റ്റ് സർവേയിൽഡ് സിറ്റീസിൻ്റെ ഒരു സർവേ ആയിരുന്നു അത്. അങ്ങനെ 150 സിറ്റീസിൻ്റെ സർവേ എടുത്തപ്പോൾ ഹൈദരാബാദ് 16ാമത്തെ റാങ്ക് കിട്ടി. ടോപ്പ് 20 സിറ്റീസിലാണ്. മാക്സിമം CCTV ക്യാമറ വെച്ച് കവർ ചെയ്യുന്ന സിറ്റീസിൻ്റെ ഒരു ലിസ്റ്റാണ്. ഒരു 150 മേജർ സിറ്റീസ് എടുത്തപ്പോൾ ഇന്ത്യയിലെ ഹൈദരാബാദിന് 16ാം സ്ഥാനം കിട്ടി. ഹൈദരാബാദ് തെലങ്കാനയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ 16th റാങ്കാണ് മാക്സിമം CCTV കവറേജ് ഉള്ള ആ ഒരു റാങ്കിങ്ങിൽ ഹൈദരാബാദിന് കിട്ടിയത്. 1999 കാർഗിൽ യുദ്ധത്തിൻ്റെ ഓർമ്മയായി, കാർഗിലിൽ ഇന്ത്യ വിജയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസായി നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്. ഹരിയാന 4th എഡിഷൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 നടക്കുന്നത്. 2021 നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഹരിയാനയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഹരിയാനയിലാണ് നടക്കുന്നത്. സിംഗപ്പൂർ പ്രസിഡന്റ് അവാർഡ് ഫോർ നേഴ്സസിനുള്ള സിംഗപ്പൂർ പ്രസിഡന്റ് അവാർഡ് ലഭിച്ചത് കലാനാരായണസ്വാമി, ഇന്ത്യക്കാരിയാണ് കലാനാരായണസ്വാമി. കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി, COVID-19 വേണ്ടി മുൻനിരയിൽ നിന്ന ഒരു നേഴ്സ് ആയതുകൊണ്ടാണ് കലാനാരായണസ്വാമിക്ക് ഈ അവാർഡ് ലഭിച്ചത്. പിന്നെ മറ്റ് നേഴ്സസിനും അവാർഡ് ലഭിച്ചു. പക്ഷേ ഇന്ത്യക്കാരിയായ കലാനാരായണസ്വാമി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. തായേ കിയാൻ, പട്രീഷ്യ യോങ് യോ ലീ, അലീസ് ചുവ ഫോങ് സിൻ, ചിൻ സോഹ് മുൻ ഇവർക്കൊക്കെയും അതേ അവാർഡ് ലഭിച്ചു. പക്ഷേ കലാനാരായണസ്വാമി ഇന്ത്യക്കാരി ആയതുകൊണ്ട് സിംഗപ്പൂർ നേഴ്സസ് അവാർഡ് ലഭിച്ചതായി നമ്മൾ ഓർത്തിരിക്കണം. ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷൻ അഥവാ FWA ഫുട്ബോളർ ഓഫ് ദ ഇയർ 2019-20 പ്രീമിയർ ലീഗ് സീസൺ ആയി തിരഞ്ഞെടുത്തത് ജോർദാൻ ഹാൻഡേഴ്സൺ. ലിവർപൂൾ ക്യാപ്റ്റനായ ജോർദാൻ ഹാൻഡേഴ്സണെയാണ് FWA ഫുട്ബോളർ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത്. ബംഗ്ലാദേശിലാണ് ശ്രീ ജോയ്കാളി മാതർ ടെമ്പിൾ ബംഗ്ലാദേശിലാണ്. ശ്രീ ജോയ്കാളി മാതർ ടെമ്പിൾ എവിടെയാണെന്ന് കൊടുക്കാം. അപ്പോൾ ഓപ്ഷനിൽ ഇന്ത്യ വരാം, ഇന്ത്യയുടെ മറ്റ് നൈബറിങ് കൺട്രീസും വരാം. അപ്പോൾ ഇത് ഫാക്റ്റ് ആവാൻ കാരണം ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ റിവാ ഗാംഗുലി ദാസ് അത് ഇനാഗ്രേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീ ജോയ്കാളി മാതർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലാണ്. ഡൽഹി ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത പുതിയൊരു പോർട്ടലാണ് റോസ്ഗാർ ബസാർ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് മഹാജോബ്സ് പോർട്ടൽ മഹാരാഷ്ട്ര തുടങ്ങി. അപ്പോൾ അതുപോലെ റോസ്ഗാർ ബസാർ പോർട്ടൽ തുടങ്ങിയത് ഡൽഹി. ഇതുപോലെ തന്നെ ജോബ് സീക്കേഴ്സിനെയും ജോബ് റിക്രൂട്ടേഴ്സിനെയും ഒരുമിപ്പിക്കുന്ന ഒരു പോർട്ടലാണ്. നേരത്തെ മഹാജോബ്സ് പോർട്ടൽ അതേ സെയിം ഇത് തന്നെയാണ് റോസ്ഗാർ ബസാർ പോർട്ടലും ചെയ്യുന്നത്. ഡൽഹി ഗവൺമെൻറ്റാണ് റോസ്ഗാർ ബസാർ പോർട്ടൽ ആരംഭിച്ചത്. ക്രൊയേഷ്യൻ പ്രൈം മിനിസ്റ്ററാണ് ആൻഡ്രേജ് പ്ലെൻകോവിക് ക്രൊയേഷ്യൻ പ്രൈം മിനിസ്റ്ററാണ്. ഇന്ത്യ സിംബാബ്വെ MOU ആണ്. ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതിയിൽ
MOU ഒപ്പുവെച്ചത് ഇന്ത്യ ഒപ്പുവെച്ചത് സിംബാബ്വെ ആയിട്ടാണ്. MOU എന്ന് വെച്ചാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഡയർ ടു ഡ്രീം 2.0 ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനായ DRDO ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ജൂലൈ 27, 2015 APJ അബ്ദുൽ കലാം നമ്മെ വിട്ടുപിരിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായ ജൂലൈ 27 സംഘടിപ്പിച്ച ഒരു പ്രൊജക്റ്റാണ്, ഒരു മേളയാണ് ഡയർ ടു ഡ്രീം 2.0. എയറോസ്പേസ് ടെക്നോളജീസ് ഇൻ ഇന്ത്യ, ഇന്നോവേഷൻ ഇൻ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജീസ് ഇന്ത്യ. അപ്പോൾ പുതിയ ഇന്നോവേഷൻ ഉള്ള ഇന്നോവേറ്റീവ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു മേളയായിരുന്നു ആ ഒരു ഡയർ ടു ഡ്രീം 2.0 എന്നൊരു എക്സിബിഷൻ. ആർക്ക് വേണമെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡേ ആയിരുന്നു. DRDO ആണ് ആ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. ഒരു ഡയർ ടു ഡ്രീം 2.0 എന്നൊരു APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മയ്ക്ക് അവർ നടത്തിയതാണ്. ദ ഇന്ത്യ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൻ വേൾഡ്. ഈ പുസ്തകം എഴുതിയത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ ഡോക്ടർ S ജയശങ്കർ ആണ്. അപ്പോൾ ഈ പാർട്ടിൽ തന്നെ, ഈ ജൂലൈ 3 പാർട്ടിൽ തന്നെ നമ്മൾ ഓൾറെഡി അഗ്രികൾച്ചർ മിനിസ്റ്റർ, കേന്ദ്രമന്ത്രിയുടെ പേര് നമ്മൾ പഠിച്ചു. ഇത് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററാണ് ഡോക്ടർ S ജയശങ്കർ. ഡോക്ടർ S ജയശങ്കർ പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ദ ഇന്ത്യ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൻ വേൾഡ്. IRCTC ഇന്ത്യൻ റെയിൽവേസും SBIയും ചേർന്ന് പുറത്തിറക്കിയ ഒരു കോണ്ടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡാണ്. അത് റൂപേ പ്ലാറ്റ്ഫോമിലാണ് അവർ പുറത്തിറക്കിയത്. അപ്പോൾ IRCTC SBIയുമായി ചേർന്നാണ് ആ ഒരു കോണ്ടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയത്. IRCTC ഇന്ത്യൻ റെയിൽവേസിൻ്റെയാണ്. ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ മുൻ ഡെപ്യൂട്ടി റിസർവ് ബാങ്ക് ഗവർണറായ വിരാൾ വി ആചാര്യ പുറത്തിറക്കിയ ഒരു പുസ്തകമാണ് ക്വസ്റ്റ് ഫോർ റിസ്റ്റോറിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ. പുറത്തിറക്കിയത് റിസർവ് ബാങ്കിൻ്റെ മുൻ ഡെപ്യൂട്ടി ഗവർണറായ വിരാൾ വി ആചാര്യ ആണ്. ഫോറസ്റ്റ് ഗെയിൻ ചെയ്ത ടോപ്പ് 10 കൺട്രീസിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനമാണ് കിട്ടിയത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, UN-ൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനായ FAO നടത്തിയ ഫോറസ്റ്റ് റിസോഴ്സസ് അസസ്മെൻറ്റിലാണ് ഇന്ത്യക്ക് 3ാം സ്ഥാനം ഈ ഫോറസ്റ്റ് ഗെയിൻ ചെയ്ത ഈ ടോപ്പ് 10 കൺട്രീസിൽ ലഭിച്ചത്. അനുരാഘവൻ 400 മീറ്റർ ഹഡിൽസ് അത്ലറ്റായ അനുരാഘവന് 2018 ഏഷ്യൻ ഗെയിംസിൽ 4ാം സ്ഥാനം ലഭിച്ചതായിരുന്നു. അത് ബ്രോൺസായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. അനുരാഘവന് 400 മീറ്റർ ഹഡിൽസിൽ 2018 ഏഷ്യൻ ഗെയിംസിലെ 4th പൊസിഷൻ ഇപ്പോൾ ബ്രോൺസായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. റഫേൽ ജെറ്റ്സ് ഇന്ത്യ വാങ്ങിച്ചത് ഫ്രാൻസിൽ നിന്നാണ്. റാഫേൽ ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യ ഫ്രാൻസിൽ നിന്നാണ് വാങ്ങിയത്. അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2222.6 km/h ആണ്. അത്രയും സ്പീഡ് ഉണ്ട് അതിന്. പിന്നെ അതിന് ഏകദേശം 50,000 അടി ഉയരം വരെ പറക്കാനും പറ്റും. അപ്പോൾ റാഫേൽ വിമാനം ഇന്ത്യ വാങ്ങിയത് ഫ്രാൻസിൽ നിന്നും. അതിൻ്റെ സ്പീഡ് 2222.6 km/h. അതിൻ്റെ ഹൈറ്റ് 50,000 അടി ഉയരം വരെ അതിന് പറക്കാനും കഴിയും. WHO വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയി ആചരിക്കുന്നത് ജൂലൈ 28. ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയി WHO ആചരിക്കുന്നത്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ 2020 തീം ഫൈൻഡ് ദ മിസ്സിംഗ് മില്യൻസ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീമാണ്. ഇന്റർനാഷണൽ ഡേ ഫോർ ദ കൺസർവേഷൻ ഓഫ് മാൻഗ്രൂവ് ഇക്കോസിസ്റ്റംസ്, കണ്ടൽവനങ്ങളുടെ സംരക്ഷണത്തിനായിട്ടുള്ള ഡേ ആയി ആചരിക്കുന്നത് ജൂലൈ 26. യുനെസ്കോ 2015 മുതലാണ് കണ്ടൽവനങ്ങളുടെ സംരക്ഷണത്തിനായി ഇന്റർനാഷണൽ ഡേ ഫോർ ദ കൺസർവേഷൻ ഓഫ് ദ മാൻഗ്രൂവ് ഇക്കോസിസ്റ്റംസ് സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ 26 മാൻഗ്രൂവ് ഇക്കോസിസ്റ്റംസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഈ ഡേ 2015 മുതലാണ് യുനെസ്കോ ആചരിക്കാൻ തുടങ്ങിയത്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ പേടിഎമ്മിൻ്റെ സബ്സിഡിയറി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ് സംരംഭമാണ് പേടിഎം മണി. പേടിഎം മണിയുടെ CEO ആയിട്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വരുൺ ശ്രീധർ ചാർജ് എടുത്തു. വരുൺ ശ്രീധറാണ് പേടിഎം മണിയുടെ CEO. പേടിഎം ഓൺലൈൻ മാർക്കറ്റിംഗ് പേയ്മെൻറ്റ്സ്. അപ്പോൾ പേടിഎമ്മിൻ്റെ ഫൗണ്ടർ വിജയ് ശേഖർ ശർമ്മയാണ്. പേടിഎമ്മിൻ്റെ ഫൗണ്ടർ വിജയ് ശേഖർ ശർമ്മ എന്ന ആളാണ്
പേടിഎം മണി അതിൻ്റെ ഒരു സബ്ബായിട്ട് വരുന്ന പേടിഎം മണിയുടെ CEO ആയിട്ട് ചാർജ് എടുത്തത് വരുൺ ശ്രീധറാണ്. SS മോട്ടിവേഷൻ്റെ ഫൗണ്ടറായ സുനിൽ YDVSSന് കരംവീർ ചക്ര അവാർഡ് UN-ഉം ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് NGO-യും ചേർന്ന് നൽകി. കരംവീർ ചക്ര അവാർഡാണ് ഒരു ഗ്ലോബൽ ഫെലോഷിപ്പ് അവാർഡാണ്. അത് ലഭിച്ചത് ഒരു മോട്ടിവേറ്ററാണ്. സുനിൽ YDVSS സുനിൽ SS മോട്ടിവേഷൻ്റെ ഫൗണ്ടറാണ്. അദ്ദേഹത്തിനാണ് UN-ഉം ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് NGO-യും ചേർന്ന് കരംവീർ ചക്ര അവാർഡ് നൽകിയത്. ജൂലൈ 29 ഇന്റർനാഷണൽ ടൈഗർ ഡേ അഥവാ ഗ്ലോബൽ ടൈഗർ ഡേ ആയി ആചരിക്കുന്നു. ഗ്ലോബൽ ടൈഗർ ഡേയുടെ സ്ലോഗൻ 2018-ലും 19-ലും 20-ലും സ്ലോഗൻ സെയിം തന്നെയാണ്. Their survival is in our hands. 2018, 19, 20 സെയിം സ്ലോഗൻ തന്നെയാണ് ഗ്ലോബൽ ടൈഗർ ഡേയുടെ സ്ലോഗൻ. Their survival is in our hands. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ADB $3 ബില്യൺ $3 മില്യൺ ആണ്. ഏകദേശം 22 കോടി രൂപയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യയുടെ കോവിഡ് റെസ്പോൺസ് എമർജൻസിക്ക് വേണ്ടി നൽകിയത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഒരു ജാപ്പനീസ് ഗവൺമെന്റ് ഫിനാൻസ് ചെയ്യുന്ന ഒരു ബാങ്കാണ്. ഏകദേശം $22 കോടി അഥവാ $3 മില്യൺ ആണ് ഇന്ത്യക്ക് നൽകിയത്. ബേൺഡ് ഷുഗർ ഓർ ഗേൾ ഇൻ വൈറ്റ് കോട്ടൺ അവനീത് ദോഷി, ഒരു ഇന്ത്യൻ അമേരിക്കൻ ഒറിജിൻ ആയ അവനീത് ദോഷി എഴുതിയ ഒരു പുസ്തകമാണ് ബേൺഡ് ഷുഗർ ഗേൾ ഇൻ വൈറ്റ് കോട്ടൺ. 13 പേരെ ലോങ് ലിസ്റ്റ് ചെയ്ത ബുക്കർ പ്രൈസിൻ്റെ 13 പേരെ ലോങ് ലിസ്റ്റ് ചെയ്തതിൽ പെട്ട ഒരു പുസ്തകമാണ്. പ്രസ്റ്റീജിയസ് 2020 ബുക്കർ പ്രൈസിൽ ലോങ് ലിസ്റ്റ് ചെയ്ത് 13 പേരിൽ പെട്ട ഒരു ബുക്കാണ് ബേൺഡ് ഷുഗർ ഓർ ഗേൾ ഇൻ വൈറ്റ് കോട്ടൺ. ബേൺഡ് ഷുഗർ ആണ് ഗേൾ ഇൻ വൈറ്റ് കോട്ടൺ, അത് ട്രാൻസ്ലേറ്റ് ചെയ്താണ്. അവനി ദോഷി ഇന്ത്യൻ അമേരിക്കൻ ഒറിജിൻ ആണ് അവനി ദോഷി. ഗുവാഹത്തി ഗവൺമെന്റ് ഈ അടുത്ത് മാൻഹോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു റോബോട്ടിനെ വികസിപ്പിച്ചെടുത്തു. ബാൻഡിക്കൂട്ട് BANDICOOT ബാൻഡിക്കൂട്ട് എന്ന റോബോട്ടിനെ വികസിപ്പിച്ചെടുത്ത ഗവൺമെന്റ് ഗുവാഹത്തിയാണ്. ഗുവാഹത്തി സിറ്റിയിലെ മാൻഹോൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയ റോബോട്ടാണ് ബാൻഡിക്കൂട്ട്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇനി മുതൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ കേന്ദ്രമന്ത്രിയായിരുന്നു രമേശ് പൊക്രിയാൽ നിഷാങ്ക്. ഇനി മുതൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അറിയപ്പെടുക മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നായിരിക്കും. ചീഫ് മിനിസ്റ്റേഴ്സ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കേരള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് ചീഫ് മിനിസ്റ്റേഴ്സ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ, കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ കോവിഡ് സമയത്തും കോവിഡാനന്തര കേരളത്തിലും അവർക്ക് ക്യാപിറ്റലൊക്കെ എങ്ങനെ സ്വരൂപിക്കാം, പിന്നെ അവർക്ക് എങ്ങനെ വേണ്ട രീതിയിൽ സപ്പോർട്ട് നൽകാം എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതാണ്. കേരള ഗവൺമെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്തത് ചീഫ് മിനിസ്റ്റേഴ്സ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അത് കേരള ഗവൺമെൻറ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അഥവാ KFC വഴി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കേരള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് പാർട്ടായിരുന്നു ഇത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ജൂലൈ മാസത്തെ മറ്റ് പാർട്ടുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് നമ്മളുടെ പുതിയൊരു സീരീസാണ്, സൂപ്പർ 10 സീരീസ്. LDC, LGS പിന്നെ PSCയുടെ മറ്റ് പരീക്ഷകൾക്കൊക്കെ തിരഞ്ഞെടുക്കുന്നവർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത PSCയുടെ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നൊരു സീരീസാണ്. അപ്പോൾ ഇതും നിങ്ങൾ കാണുക. ഇത് ഡെയിലി വീഡിയോസ് ഇടാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡെയിലി 5 മണിക്ക് നമ്മൾ ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്